കൊമേഴ്സ് ക്യാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഫോറിൻ മാർക്കറ്റ് സെലക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. യൂണിറ്റ് 4-ൽ STPയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇൻ്റർനാഷണൽ മാർക്കറ്റ് സെലക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് അഥവാ STP. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോറിൻ മാർക്കറ്റ് സെലക്ഷൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓരോ രാജ്യത്തെയും ഡേറ്റ കളക്ട് ചെയ്യുക, അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിനെ പറ്റിയുള്ള റെലവൻറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ലെസ് പ്രോമിസിങ് കൺട്രീസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് മോസ്റ്റ് പ്രോമിസിങ് കൺട്രീസ് സെലക്ട് ചെയ്യുക. അതൊക്കെയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. അതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ സ്ക്രീനിങ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്ലോബൽ ട്രേഡ് ട്രെമൻഡസ് ആയിട്ടുള്ള ഗ്രോത്ത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം 1999 മുതൽ നല്ല രീതിയിൽ ഗ്ലോബൽ ട്രേഡിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 2001 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 140 കൺട്രീസ് WTOയുടെ മെമ്പേഴ്സായിരുന്നു, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സായിരുന്നു. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് പുറമെ റഷ്യൻ ഫെഡറേഷനും WTOയുടെ മെമ്പർ ആയിരുന്നില്ല. ബാക്കി 140 മെമ്പേഴ്സായിരുന്നു 2000ലെ കണക്കനുസരിച്ച് WTOയുടെ മെമ്പേഴ്സ്. ഇനീഷ്യൽ സ്റ്റേജിൽ മില്യൺസ് ഓഫ് പ്രോഡക്ട്സ് എല്ലാ വർഷവും രാജ്യങ്ങൾ നാഷണൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഫോറിൻ ട്രേഡ് ഓപ്പറേഷൻസിൽ എൻഗേജ് ചെയ്തിരുന്ന കമ്പനീസ് വളർന്നു തുടങ്ങി. പക്ഷേ എല്ലാ പ്രോഡക്ട്സും എല്ലാ സമയത്തും എല്ലാ കമ്പനീസിനും വിൽക്കാൻ പറ്റുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. അതായത് ഗ്ലോബൽ ട്രേഡിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിലും നാഷണൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് ട്രേഡ് നടത്തി വരുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും എല്ലാ കൺട്രീസിലേക്കും എല്ലാ സമയത്തും വിൽക്കാൻ പറ്റുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു കമ്പനി അതിൻ്റെ ട്രേഡിംഗ് എൻവയോൺമെൻറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ത്രെഡ്സ് ഒക്കെ മനസ്സിലാക്കണം. അതായത് ഒരു കമ്പനി അതിൻ്റെ ട്രേഡിംഗ് എൻവയോൺമെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കുക, ആ ഫേമിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ മാർക്കറ്റ് സെലക്ഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഒരു മാർക്കറ്റ് നമ്മൾ ട്രേഡിന് വേണ്ടി സെലക്ട് ചെയ്യും. ഓരോ രാജ്യത്തെ മാർക്കറ്റും ഒരുപോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്തമായിരിക്കും. ഫോറിൻ മാർക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫിൽറ്റർ 1, മാക്രോ ലെവൽ റിസർച്ച്. സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജാണ് മാക്രോ ലെവൽ റിസർച്ച് എന്ന് പറയുന്നത്. മാക്രോ വേരിയബിൾസ് ഉപയോഗിച്ച് രാജ്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ റിസർച്ച്. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള രാജ്യങ്ങൾ, കുറവുള്ള രാജ്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത രാജ്യങ്ങൾ, എക്സസീവ് റിസ്ക് ഉള്ള രാജ്യങ്ങൾ, ഇങ്ങനെ രാജ്യങ്ങളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. മാക്രോ വേരിയബിൾസ് ടോട്ടൽ മാർക്കറ്റിനെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ജോഗ്രഫിക് ആൻഡ് എക്കണോമിക് ടേംസിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒരു രാജ്യത്തെ മാക്രോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആ രാജ്യത്തെ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. അതായത് മാക്രോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പം ആ രാജ്യം വലുതാണോ അല്ലെങ്കിൽ ആ രാജ്യം ചെറുതാണോ എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ ഒരു രാജ്യത്തെ സെലക്ട് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് വെച്ചും നമുക്ക് പറയാൻ പറ്റും. അതായത് ക്ലൈമറ്റിക് കണ്ടീഷനും ഒരു രാജ്യത്തെ സെലക്ട് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ ഉള്ളൊരു കാരണമായേക്കാം. ജോഗ്രഫിക് ഡിസ്റ്റൻസ്, അതായത് എക്സ്പോർട്ടറിൻ്റെ രാജ്യവും ടാർഗറ്റ് മാർക്കറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ രാജ്യത്തെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ ആ രാജ്യത്തെ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നൊരു ഫാക്ടറാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, രാജ്യങ്ങളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജാണ് രാജ്യങ്ങളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മാക്രോ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ജനറൽ മാർക്കറ്റ് റിലേറ്റിംഗ് ടു ദ പ്രൊഡക്റ്റ്. ഈ സ്ക്രീനിങ് പ്രോസസ്സിൽ ഒരു പ്രോക്സി വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. പ്രോക്സി വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമിലർ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് പ്രോക്സി വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സാറ്റലൈറ്റ് ടെലിവിഷൻ, നമ്മൾ സാറ്റലൈറ്റ് ടെലിവിഷൻ റിസപ്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസും അതുപോലെ തന്നെ റിസപ്റ്റിവിറ്റി മെഷർ ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് നമ്മൾ നടത്തുവാന്ന് സങ്കല്പിക്കാം. അവിടെ പോസിബിളായിട്ട് ഉള്ള പ്രോക്സി വേരിയബിൾ
എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെലിവിഷൻ സെറ്റ്, അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് ഓഫ് VCR. VCR എന്ന് പറഞ്ഞാൽ വീഡിയോ കാസറ്റ് റെക്കോർഡർ. അതായത് ബ്രോഡ്കാസ്റ്റ് ടെലിവിഷനിൽ നിന്ന് ഓഡിയോയും വീഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് VCR എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ സെയില് ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ടെലിവിഷൻ സെറ്റും അതുപോലെ തന്നെ VCRഉം ഇത് രണ്ടുമാണ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രോക്സി വേരിയബിളായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ ജനറൽ മാർക്കറ്റ് റിലേറ്റിംഗ് ടു ദ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പൊട്ടൻഷ്യൽ മാർക്കറ്റ് സൈസിനെ കുറിച്ച് പഠിക്കുന്നു. തേർഡ് സ്റ്റേജാണ് മൈക്രോ ലെവൽ റിസർച്ച്. അതിനകത്ത് പറയുന്നത് ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വിജയിക്കാനും ഫെയിലായി പോകാനും മൈക്രോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ലെവൽ ഫാക്ടേഴ്സ് കൊണ്ട് കഴിയും. ഈ സ്ക്രീനിങ് പ്രോസസ്സിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് കൺട്രീസ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ ഈ ഒരു പ്രോസസ്സിൽ. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അത് ബാങ്കുകളിൽ നിന്ന്, ഗവൺമെൻറ് ഏജൻസീസിൽ നിന്ന്, അവിടുത്തെ അതുപോലെ മറ്റ് കമ്പനീസിൽ നിന്നൊക്കെ ഈ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആക്സസ് ചെയ്യുക. ഇന്ത്യയിൽ ഇപ്പം എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പോലെയുള്ള സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരൊക്കെ ഇതുപോലെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ്. ഓവർസീസ് കൺട്രീസിലുള്ള ഹൈ കമ്മീഷൻ വഴിയോ അല്ലെങ്കിൽ എംബസീസ് വഴിയോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഹെൽപ്പൊക്കെ കിട്ടും. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള അഡ്വൈസ് തരാനും ഇങ്ങനെയുള്ള ഏജൻസികൾ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതായത് മൈക്രോ ലെവൽ റിസർച്ച് നടത്തുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് ഇവാലുവേഷൻ ആൻഡ് റാങ്കിങ് ഓഫ് പൊട്ടൻഷ്യൽ ടാർഗറ്റ് കൺട്രീസ്. ഇപ്പം ടാർഗറ്റ് മാർക്കറ്റിനെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഇതിൻ്റെ എല്ലാം ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ റാങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർത്ത് സ്റ്റേജ്. ഇനിയും ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടാർഗറ്റ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റ് സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സാണ് മാർക്കറ്റ് സൈസ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഇത് നാല് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സാണ് മാർക്കറ്റ് സെലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിലെ ഫസ്റ്റ് പോയിൻറ്റ് മാർക്കറ്റ് സൈസ് ആൻഡ് ഗ്രോത്ത്. മാർക്കറ്റ് സെലക്ഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആദ്യത്തെ ഫാക്ടറാണ് മാർക്കറ്റ് സൈസ് ആൻഡ് ഗ്രോത്ത്. മാക്രോ ആൻഡ് മൈക്രോ ബേസിസിൽ ഗ്രോത്ത് ആൻഡ് മാർക്കറ്റ് സൈസ് അറിയാനായിട്ട് കഴിയും. ഇനി നമുക്ക് മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മാർക്കറ്റ് സൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പം ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ടോപ്പോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ആ ഒരു കൺട്രിയുടെ സൈസ്, ഇതൊക്കെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. രണ്ടാമത്തേത് ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അതായത് ഡെമോഗ്രഫി എന്ന് പറയുമ്പം സ്റ്റഡി ഓഫ് പോപ്പുലേഷനാണ്. അപ്പം ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത്, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇതൊക്കെയാണ് ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. അടുത്തതാണ് എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനകത്ത് പറയുന്നത് ഇക്കണോമിക്കൽ ടേംസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ടോട്ടൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, കൊമേഴ്ഷ്യൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്, ഇമ്പോർട്ട് സൈസ് ആൻഡ് ഗ്രോത്ത്, ഇതൊക്കെയാണ് ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത്. മാർക്കറ്റ് സൈസിൻ്റെ മൈക്രോ ഇൻഡിക്കേറ്റേഴ്സാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അവൈലബിൾ ആണ്. അതിൽ നിന്നെല്ലാം മാർക്കറ്റ് സൈസ് മനസ്സിലാക്കാൻ കഴിയും. ഈ ഡേറ്റാസ് ഉപയോഗിച്ച് കുറച്ച് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇല്ലാത്ത രാജ്യങ്ങളെ മനസ്സിലാക്കുക. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ ഡേറ്റാസൊക്കെ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഉള്ള രാജ്യങ്ങൾ ഏതാണ്, പൊട്ടൻഷ്യൽ ഇല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പൊട്ടൻഷ്യൽ ഇല്ലാത്ത രാജ്യങ്ങളെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്. മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് ഡിമാൻഡിനെയും പെർ ക്യാപിറ്റ ഇൻകത്തെയാണ് ഫോക്കസ് ചെയ്യുന്ന മാക്രോ ഇൻഡിക്കേറ്റേഴ്സ്. ഇനിയും പിന്നെ അവിടെ പറയുന്ന മാർക്കറ്റ് സൈസിൻ്റെ മാക്രോ ആൻഡ് മൈക്രോ ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റ് സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു മാർക്കറ്ററിനെ സഹായിക്കുന്നൊരു കാര്യമാണ്.
അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് സൈസ് എന്താണെന്ന് ഒരു മാർക്കറ്ററിന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. മാർക്കറ്റർ ഓരോ മാർക്കറ്റിനോടും ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക്കും അതുപോലെ തന്നെ ഓരോ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് കൺട്രിയുടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റ് സെലക്ഷൻ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പൊളിറ്റിക്കൽ റിസ്ക് എന്തൊക്കെയാണെന്ന് ഒരു മാർക്കറ്റർ മനസ്സിലാക്കണം. ഇനിയും പൊളിറ്റിക്കൽ റിസ്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റെസ്ട്രിക്ഷൻസ് ഓൺ ക്യാപിറ്റൽ, മൂവ്മെൻറ്റ് ലിമിറ്റ്സ് ഓൺ ഫോറിൻ ഓണർഷിപ്പ്, പൊളിറ്റിക്കൽ എക്സിക്യൂഷൻസ്, ബ്യൂറോക്രാറ്റിക് ഡിലേയ്സ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് എക്സെട്ര. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്ക്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുമ്പം ചില കമ്പനിയുടെ അല്ലെങ്കിൽ ചില കൺട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ട് പൊളിറ്റിക്കലി ബാൻ ചെയ്യും. അതൊരു റിസ്ക് ആണല്ലേ. അപ്പം അതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുമ്പോൾ വരുന്നത്. ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പം അനലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം. ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിൻ്റെ ഫിലോസഫി എന്താണെന്ന് നോക്കണം. ഒപ്പോസിങ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫിലോസഫീസ് എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹറാസ്മെൻറ്റിനുള്ള ചാൻസസ് ഉണ്ടോ, അതേതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അതുപോലെ ഫോറിൻ കൺട്രിയുടെ ലീഗൽ സിസ്റ്റം എന്താണ്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഏത് ആസ്പെക്റ്റ് ആയിരിക്കും ഹോസ്റ്റ് കൺട്രിയുടെ ലീഗൽ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ആയിരിക്കും. അപ്പം പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെ സിറ്റിസൺസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനുമൊക്കെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള റോൾ എന്താണ് അതിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ ഡെമോക്രസിയുടെ കേസിലാകുമ്പം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എല്ലാ ഗ്രൂപ്പ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പാർട്ടിയുണ്ട്, എല്ലാ സിറ്റിസണിനും അവിടെ ഒരു റോളുണ്ട്. പക്ഷേ മൊണാർക്കിയിൽ സിറ്റിസണിൻ്റെ റോള് മിനിമലായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിലാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സെൻട്രൽ പവറിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ആ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. പൊളിറ്റിക്കൽ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക, പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് മൂന്നാമത്തേത് ലീഗൽ കണ്ടീഷൻസ്. ലീഗൽ എന്ന് പറയുമ്പം സംതിങ് റിലേറ്റഡ് ടു ലോസ് അല്ലേ, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ ലോ, ട്രേഡ് ഓപ്പറേഷൻസ് നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ഓപ്പറേഷൻ ഇങ്ങനെ ഒരു രാജ്യത്ത് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം ഉണ്ടായിരിക്കുമല്ലോ. ആ രാജ്യത്തെ റൂൾസ് അല്ലെങ്കിൽ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഡൊമസ്റ്റിക് ലോസും അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ഓപ്പറേഷൻസ് നടത്താൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ റൂൾസും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറിക്ക് ഒരു രാജ്യം അവരുടെ ലീഗൽ പവർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലോ എന്ന് പറയുന്നത്. ഇനി മേജർ വേൾഡ് ലീഗൽ സിസ്റ്റം ഏതൊക്കെയാണെന്ന് നോക്കാം. ലീഗൽ സ്ട്രക്ചറിൽ രണ്ട് മേജർ സിസ്റ്റമാണുള്ളത്, കോമൺ ലോ സിസ്റ്റം ആൻഡ് സിവിൽ ലീഗൽ സിസ്റ്റം. കോമൺ ലോ സിസ്റ്റം അല്ലെങ്കിൽ കോമൺ ലോ കൺട്രീസ് എന്ന് പറയുന്നത് പൊതുവായിട്ടൊരു ലോ സിസ്റ്റം ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ മുൻ ബ്രിട്ടീഷ് കോളനി അല്ലെങ്കിൽ US, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അതൊക്കെയാണ് ഈ ഒരു ലീഗൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രീസ്. അതിനെയാണ് കോമൺ ലോ കൺട്രീസ് എന്ന് പറയുന്നത്. ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ലോസ് ഒന്നും അവിടെ ഇല്ല. കോമൺ പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രഡീഷൻസ് ഇതൊക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇനി സിവിൽ ലോ സിസ്റ്റം എന്ന് പറയുമ്പം നേരത്തെ ഫ്രഞ്ച്, ഡച്ച് അല്ലെങ്കിൽ ജർമ്മൻ, സ്പാനിഷ് ഇതുപോലെയുള്ള കോളനീസ് ആയിരുന്ന കൺട്രീസാണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇതിന് മറ്റേ കോമൺ ലോ സിസ്റ്റം പോലെ അല്ല, ഒരു കോഡിഫൈഡ് സിസ്റ്റം ഓഫ് ലോ എന്ന് ഉണ്ട്. കോഡിഫൈഡ് സിസ്റ്റം ഓഫ് ലോ അല്ലെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. ഇനിയും ലീഗൽ പെർസ്പെക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ലീഗൽ എൻവയോൺമെൻറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്ന് നമുക്കറിയാം. ഒരു ഇൻ്റർനാഷണൽ ഫേം അഡോപ്റ്റ് ചെയ്യുന്ന പ്രൈസിംഗ് മെത്തേഡ് പല രാജ്യങ്ങളുടെയും ലീഗൽ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാറുള്ള കാര്യമാണ്. പ്രൈസ് മെയിൻ്റനൻസ് ലോ എന്ന് പറയുമ്പോൾ
ആ ഒരു ലോ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ പ്രൈസ് കൺസെഷൻ കൊടുക്കുന്നതിൽ നിന്നൊക്കെ ഒരു രാജ്യത്തെ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. ചില രാജ്യങ്ങൾ മിനിമം പ്രൈസ് ലോസ് എടുക്കുന്ന കൺട്രീസ് ഉണ്ട്. മറ്റുള്ളവർക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ലീഗൽ എൻവയോൺമെൻറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്നാണ് അർത്ഥം. പ്രൈസിങ്ങിൽ പോലും ആ ഒരു ലീഗൽ എൻവയോൺമെൻറ്റ് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ഇനി അടുത്തതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻ. ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റർ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ കൾച്ചറൽ എലമെൻറ്റിനെ പറ്റി ഫെമിലിയർ ആയിരിക്കണം. ആ എലമെൻറ്റ് ഏതൊക്കെയായിരിക്കും? മെറ്റീരിയൽ കൾച്ചർ, അതുപോലെ തന്നെ ലാംഗ്വേജ്, ഈസ്തറ്റിക്സ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് മെറ്റീരിയൽ കൾച്ചർ. അതായത് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ആളുകളെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ്, ആർക്കിടെക്ചർ, ഇതൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് ലാംഗ്വേജ്. ഇപ്പം കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ലാംഗ്വേജ്. ഒരു കൾച്ചറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണെന്ന് ആ ലാംഗ്വേജാണ്, അവിടുത്തെ ലാംഗ്വേജാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊരു റിച്ച് വെക്കാബുലറി ഉണ്ട്. ചില കൺട്രീസിന് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കുറവാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിനെക്കാട്ടിലും വെക്കാബുലറി കൂടുതലായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ലാംഗ്വേജ്. അപ്പം ലാംഗ്വേജാണ് ആ ഒരു കൾച്ചറിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് ഈസ്തെറ്റിക്സ്. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഐഡിയ ആണ് ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പം ബ്യൂട്ടി അല്ലെങ്കിൽ ഗുഡ് ടേസ്റ്റ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഐഡിയ മ്യൂസിക്, ഡ്രാമ, ഡാൻസ്, അതുപോലെയുള്ള ഫൈൻ ആർട്സിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഈസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും, അടുത്ത പോയിൻ്റാണ് മ്യൂസിക്കൽ ടേസ്റ്റ്. ഇപ്പം മ്യൂസിക്കൽ ടേസ്റ്റ് എന്ന് പറയുമ്പം ഓരോ കൺട്രീസിലും ഓരോ റീജിയണിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ആഫ്രിക്കൻ പീപ്പിൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് മ്യൂസിക് വേറെ ഒരു സ്ഥലത്ത് റീജിയണിലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരത്ര എൻജോയ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രോസസ് ഓഫ് മാർക്കറ്റ് സെലക്ഷൻ. ഒന്നാമത്തേത് മാർക്കറ്റ് ഡെഫിനിഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മാർക്കറ്റ് ഡെഫിനിഷൻ ഒരു വൺ ഡയമെൻഷണൽ പ്രോസസ്സാണ്. അപ്പം കൺട്രി ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലോ മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്യുക. ഒരു മാർക്കറ്റർ പല ഫോറിൻ മാർക്കറ്റിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റർ അദ്ദേഹം എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏതാണോ അതിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ മാർക്കറ്റ് ഡിഫൈൻ ചെയ്യുമ്പം അതിൽ ടൈം ഫ്രെയിം, അതായത് സമയപരിധി, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, ഇതൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കണം മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പെർഫോമൻസ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്ഷൻ നൽകാനും ഈ ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കുന്നതിലൂടെ കഴിയുന്നുണ്ട്. മാർക്കറ്റ് ഡെഫിനേഷൻ കമ്പനിയുടെ പൊസിഷനിങ്ങിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മാർക്കറ്റിനെ പറ്റിയും അതിലെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റിയും നന്നായിട്ടൊരു മാർക്കറ്റർ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് സ്ട്രാറ്റജീസിലൂടെ പല സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് മാർക്കറ്റിലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പൊസിഷൻ, ഒരു മാർക്കറ്റ് പൊസിഷനിലേക്ക് അത് നയിക്കും. മാർക്കറ്റ് ഡെഫിനിഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റിന് മുമ്പുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് മാർക്കറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. അതായത് നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ കോമ്പറ്റീഷനെ പറ്റിയും നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമല്ലോ, അപ്പോൾ അതിനുള്ള ടൈം ഫ്രെയിം, കോമ്പറ്റീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ, അതായത് മാർക്കറ്റിനെ കുറിച്ച്, നമ്മൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിനെ കുറിച്ച് നന്നായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മോഡേൺ മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പിന്നീട് സെല്ലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, പിന്നീടാണ് കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പം കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കസ്റ്റമേഴ്സിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം.
അതുകൊണ്ട് മാർക്കറ്റിനെ നന്നായി ഡിഫൈൻ ചെയ്ത ശേഷം ഒരു കമ്പനി റെലവൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഒരു ഫേമിൻ്റെ നിലനിൽപ്പ് പോലും ആശ്രയിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റിന് ബേസ് ചെയ്തായിരിക്കും. അതായത് ഒരു ഫേമിൻ്റെ നിലനിൽപ്പിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സ്റ്റേജ്. ഐഡൻറ്റിഫൈഡ് സെഗ്മെൻറ്റുമായിട്ട് കമ്പനിയുടെ റിസോഴ്സസ് മാച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പം തെറ്റായൊരു ചോയ്സ് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സെലക്ഷൻ കമ്പനിയെ ഡിക്ലൈനിലേക്ക് നയിക്കുന്നൊരു കാര്യമായിരിക്കും. മാർക്കറ്റ് ഡെഫിനിഷൻ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ, ഞാൻ നേരത്തെ പറഞ്ഞു മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പം പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണോ അതോ കൺട്രി ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണോ എന്ന് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ഡെഫിനിഷൻ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ പ്രോഡക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കണം ആ സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പ്രോഡക്റ്റും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ കസ്റ്റമേഴ്സിനും എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് സെയിം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ളവരെയെല്ലാം ഒരു സെഗ്മെൻറ്റിലേക്ക് ആക്കുക. ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞതുപോലെ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പല ബേസിസിലുണ്ട്. ഡെമോഗ്രഫിക് ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ ഒക്കെ സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക, സബ് മാർക്കറ്റുകൾ ഉണ്ടാക്കുക. അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ പറയുന്നത്. അപ്പം നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐഡൻറ്റിഫൈഡ് സെഗ്മെൻറ്റുമായിട്ട് നമ്മുടെ കമ്പനിയുടെ റിസോഴ്സസ് മാച്ച് ആകുന്നുണ്ടോ എന്ന് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിക്ലൈനിലേക്ക് നയിക്കും. തേർഡ് സ്റ്റെപ്പാണ് ഡിറ്റർമൈനിങ് ദ മാർക്കറ്റ്. അപ്പം അടുത്ത സ്റ്റെപ്പാണ് ഏത് മാർക്കറ്റാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കുന്ന സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ്. അതൊക്കെ മനസ്സിലാക്കുക. മിക്ക കമ്പനീസും കൺട്രി അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് മെട്രിക്സ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മാർക്കറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെട്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ മെട്രിക്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കമ്പനി ചില കാര്യങ്ങൾ എൻഷുർ ചെയ്തിരിക്കണം. ഒന്നാമത്തേത് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഈ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. സെക്കൻഡ് ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. മൂന്നാമത്തേത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിലേക്ക് വെയ്റ്റ്സ് അലോട്ട് ചെയ്യുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ മെട്രിക്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ഫാക്ടേഴ്സൊക്കെ മനസ്സിലാക്കിയാൽ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ബേസിസിൽ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഈസിയാകും. ഏതെല്ലാം ഹെഡ്സിൽ നമുക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളെ ഈ മെട്രിക്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻവെസ്റ്റ് ഓർ ഗ്രോത്ത് കൺട്രീസ്. ഇനി മെട്രിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം മെട്രിക്സിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെയാണ് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് കൺട്രീസ്. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഹൈ ലെവൽ മാർക്കറ്റിംഗ് കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളായിരിക്കും. ആളുകളിലൂടെയും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും രൂപീകരിക്കുന്ന ഒരു ലാർജ് മാർക്കറ്റ് സൈസാണ് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് റിക്വയർമെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ പ്രോഡക്ട്സ്. ഇവിടെ കൺട്രി അട്രാക്റ്റീവ്നെസ്സും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. രണ്ടും ഒരുപോലെ കൂടുതലായിരിക്കും. അതാണ് ഇൻവെസ്റ്റ് ആൻഡ് ഗ്രോത്ത് കൺട്രീസിൽ ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാർജ് മാർക്കറ്റ് സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ കൺട്രി അട്രാക്റ്റീവ്നെസ്സും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് ഹെഡാണ് ഹാർവെസ്റ്റ് ഓർ ഡിവെസ്റ്റ് ഓർ ലൈസൻസ് ഓർ കമ്പൈൻ കൺട്രീസ്. ഇൻവെസ്റ്റ് ഗ്രോ കൺട്രീസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. കൺട്രി അട്രാക്റ്റീവ്നെസ്സും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും കുറവാണ് ഈ ഒരു ഹെഡിൽ. അതുകൊണ്ട് തന്നെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള രാജ്യത്ത് മാർക്കറ്റ് ഷെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് എഫേർട്സിൽ വർധനവ് വരുത്തുക. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അതായത് മാർക്കറ്റിംഗ് എഫേർട്ടിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ഷെയറിൻ്റെ ഗ്രോത്ത് എൻഷുർ ചെയ്യുക. ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നൊന്നും ഇല്ല.
അതുകൊണ്ട് പ്രോഡക്ട്സ് വിറ്റുപോകാനും ക്യാഷ് ഫ്ലോ വാച്ച് ചെയ്യാനും ഒക്കെയാണ് ആയിരിക്കണം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേതാണ് ഡൊമിനൻ്റ് ഓർ ഡിവെസ്റ്റ് കൺട്രീസ്. ചില രാജ്യങ്ങൾ ഹൈലി അട്രാക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് ലോ ആയിരിക്കും. അട്രാക്റ്റീവ്നെസ്സിൻ്റെ കേസിൽ അവർ ഹൈ ആയിരിക്കും, പക്ഷേ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് അവർക്ക് കുറവായിരിക്കും. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പം മാർക്കറ്റേഴ്സിന് 2 ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത്. ഒന്നാമത്തേത് വിറ്റുപോവുക, രണ്ടാമത്തേത് ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനായിട്ട് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്യുക. ഈ 2 ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കണം മാർക്കറ്ററിൻ്റെ മുമ്പിലുള്ള 2 ഓൾട്ടർനേറ്റീവ്സ് ആണിത്. ഒന്നുകിൽ വിറ്റ് പോകുക, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനെ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റർ സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ പ്രോഫിറ്റ്, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്യാഷിനെ ബേസ് ചെയ്തുകൊണ്ട് ആ മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുമെങ്കിൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റ് മാർക്കറ്ററിന് കിട്ടത്തുള്ളൂ. നാലാമത്തേതാണ് സെലക്ടിവിറ്റി കൺട്രീസ്. അതിനകത്ത് പറയുമ്പം ഹൈലി അട്രാക്റ്റീവുമല്ല, ഹൈലി അൺഅട്രാക്റ്റീവുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മെട്രിക്സിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് വരുന്നത്. ഇത് കമ്പനിയുടെ പൊസിഷനെ ബിൽഡ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ കഴിയുന്നതാണ് ഇതിന്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനിക്ക് മാർക്കറ്റിനെ യുണൈറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാം. അതായത് ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷനെ കൂടിയിട്ട് പുതിയ ഫീച്ചേഴ്സ്, പ്രോഡക്റ്റിന് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരിക. അങ്ങനെ മാർക്കറ്റേഴ്സിനെ യുണൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനൊക്കെ കഴിയും. ഇങ്ങനെയുള്ള അനാലിസിസ് ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനിക്ക് അതിൻ്റെ ലിമിറ്റഡ് റിസോഴ്സസിനെ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. ഏതൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണമെന്നും ഏതൊക്കെ മാർക്കറ്റിനെ ഡൈവേസ്റ്റ് അല്ലെങ്കിൽ വഴിതിരിച്ചു വിടണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇതിന് കഴിയും. ഒരു മാർക്കറ്റിനുള്ളിൽ പോലും ഏത് സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു അനാലിസിസിലൂടെ കഴിയുന്നുണ്ട്. ഇങ്ങനെ പ്രോപ്പർ അനാലിസിസ് നടത്തുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് കുറയും, കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഫോറിൻ മാർക്കറ്റ് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി കാണാം.